ശക്തമായ പ്രതിഷേധത്തെ മറികടന്ന ന്യൂയോർക്കിൽ അയോധ്യ രാമമന്ദിറിന്റെ ഫ്ലോട്ട് മുസ്ലിം വിരുദ്ധം എന്ന് പ്രതികരിച്ച വിവിധ സംഘടനകൾ. വിവാദമാവുകയാണ് ഇന്ത്യ ദിന പരേഡും രാമക്ഷേത്രത്തിന്റെ ഫ്ലോട്ടും. യുഎസിലെ ന്യൂയോർക്ക് നഗരത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യ ദിന പരേഡിന്റെ ഭാഗമായി അയോധ്യ രാമമന്ദിർ ഫ്ലോട്ട് അവതരിപ്പിച്ചത് വിവാദമാകുന്നു. യുഎസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളുടെ എതിർപ്പിനെ മറികടന്നാണ് രാമമന്ദിറിന്റെ ഫ്ലോട്ട് പരേഡിൽ അവതരിപ്പിച്ചത്. അമേരിക്കയിലെ വിശ്വ ഹിന്ദു പരിഷത്താണ് ഫ്ലോട്ട് അണിയിച്ചൊരുക്കിയത്. ഫ്ലോട്ട് പൂമാലകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. കൂടാതെ പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞ് ചില പ്രവാസികൾ ഇന്ത്യൻ പതാകയേന്തി ഫ്ലോട്ടിനൊപ്പം നൃത്തം വെക്കുന്നതും ചിത്രങ്ങളിൽ കാണാം. രാമമന്ദിർ ഫ്ലോട്ട് പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നു. ക്ഷേത്രത്തിന്റെ ഫ്ലോട്ട് പ്രദർശിപ്പിക്കുന്നത് മുസ്ലിം വിരുദ്ധമാണ് എന്നും പരിപാടിയിൽ നിന്ന് ഒഴിവാക്കണമെന്നുമായിരുന്നു ആവശ്യം ഉയർന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചില സംഘടനകൾ ന്യൂയോർക്ക് സിറ്റി മേയർ എറിക് ആഡംസ്, ന്യൂയോർക്ക് ഗവർണർ കാത്തി ഹോച്ചുൽ എന്നിവർക്ക് കത്ത് നൽകുകയും ചെയ്തു. അയോധ്യ രാമമന്ദിർ ബാബറി മസ്ജിദ് തകർത്തതിനെ മഹത്വപ്പെടുത്തുന്നു എന്നും ഇത് മുസ്ലിം വിരുദ്ധമാണ് എന്നുമാണ് കത്തിൽ ചൂണ്ടിക്കാട്ടിയത്. കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ്, ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ, ഹിന്ദുസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്നീ സംഘടനകൾ കത്തിൽ ഒപ്പിട്ടവരിൽ ഉൾപ്പെടുന്നു. അതേസമയം ഫ്ലോട്ട് ഹൈന്ദവ ആരാധനാലയത്തെ പ്രതിനിധീകരിക്കുന്നതും ഇന്ത്യയുടെയും ഹൈന്ദവ സമൂഹത്തിന്റെയും പ്രധാന ആരാധനാമൂർത്തിയെ മഹത്വപ്പെടുത്തുന്നതും ആണ് എന്നാണ് വിശ്വ ഹിന്ദു പരിഷത്ത് നൽകിയ വിശദീകരണം. ഫ്ലോട്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ആവിഷ്കാരമാണ് എന്ന് ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷനും പ്രതികരിച്ചു. പരേഡ് ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് ഇന്ത്യ ദിന പരിപാടി സംഘടിപ്പിച്ച ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ അസോസിയേഷൻസ് പറഞ്ഞത്. വിവിധ സമുദായങ്ങളിൽ നിന്നുള്ള ഫ്ലോട്ടുകൾ അവതരിപ്പിക്കാറുണ്ട് എന്നും സംഘടന വ്യക്തമാക്കി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിന് 3 ദിവസങ്ങൾക്ക് ശേഷമാണ് ന്യൂയോർക്ക് സിറ്റി വാർഷിക പരേഡ് നടത്തുന്നത്. ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും രാമക്ഷേത്രം ഹിന്ദുവിന് എന്നും പവിത്രമാണ്. ന്യൂയോർക്കിൽ ഞായറാഴ്ച നടന്ന ഇന്ത്യ ദിന പരേഡിലെ രാമക്ഷേത്രത്തിന്റെ ചെറുപതിപ്പ് പ്രദർശിപ്പിക്കുന്ന ഫ്ലോട്ട് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് മുസ്ലിം മത മൗലികവാദ സംഘടനകൾ നേരത്തെ തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ അത് നടക്കില്ല എന്ന് മറുപടി നൽകുകയും ചെയ്തിരുന്നു വിശ്വ ഹിന്ദു പരിഷത്ത്. മസ്ജിദുകളുടെ നാശത്തെയും മുസ്ലിങ്ങൾക്കെതിരായ ആക്രമണങ്ങളെ മഹത്വപ്പെടുത്തുന്ന ഒരു പ്രതീകമാണ് ക്ഷേത്രം എന്നായിരുന്നു ഇവർ ആരോപിച്ചത്. ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിലും മറ്റു ചില മത മൗലികവാദ ഗ്രൂപ്പുകളുമാണ് രാമക്ഷേത്രം ഉൾക്കൊള്ളുന്ന ഒരു ഫ്ലോട്ട് പരേഡിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് സംഘാടകരോട് ആവശ്യപ്പെട്ടത്. അതേസമയം അങ്ങനെ പറഞ്ഞവരോട് പോയി പണി നോക്കാനും എന്തൊക്കെ സംഭവിച്ചാലും പരേഡിൽ നിന്നും ഫ്ലോട്ട് മാറ്റുന്ന പ്രശ്നമില്ല എന്നുമുള്ള തുറന്ന നിലപാടാണ് സംഘാടകർ സ്വീകരിച്ചത്. ദശലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ പവിത്രമായി കരുതുന്ന ഒരു പുണ്യ മുഹൂർത്തത്തിന്റെ ഉദ്ഘാടനമാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് എന്നും അതിന് ഒരു മസ്ജിദുമായും ബന്ധമില്ല എന്ന് പറഞ്ഞാണ് പരേഡ് സംഘാടകർ ഫ്ലോട്ട് നീക്കം ചെയ്യാനുള്ള ആഹ്വാനങ്ങൾ നിരസിച്ചത്. മാൻഹട്ടനിലെ മാഡിസൺ അവന്യൂവിൽ നടന്ന ആഘോഷത്തിൽ ബോളിവുഡ് താരങ്ങളും ഇന്ത്യൻ കായിക താരങ്ങളെയും ഒക്കെ കാണാൻ 10,000-കണക്കിന് ആളുകളാണ് അണിനിരന്നത്. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് ഭരണത്തിന്റെ അന്ത്യവും സ്വതന്ത്ര ഇന്ത്യയുടെ സ്ഥാപനവും അടയാളപ്പെടുത്തുന്നതാണ് വാർഷിക പരേഡ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.